Hi, hello and welcome back to our channel. അപ്പോൾ കുറേയായി നമ്മുടെ ചാനലിൽ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി കാണിച്ചിട്ട്. അപ്പോൾ ഇന്നൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മലായി കേക്കാണ് ഇന്നത്തെ റെസിപ്പി. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തൈരാണ് വേണ്ടത്. അധികം പുളിയില്ലാത്ത തൈര് ഒരു 1/3 കപ്പാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഓയിലാണ് അടുത്ത വേണ്ടത്. ഓയിലും ഇതേ കപ്പിൽ തന്നെ 1/3 കപ്പ് ഓയിൽ, ഏതൊരു റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാരയും കൂടെ വേണം. 1/2 കപ്പാണ് ഞാൻ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതിലേക്ക് നമുക്ക് മൈദയാണ് വേണ്ടത്. 1 കപ്പ് മൈദ ഇതുപോലെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിക്കായിട്ടായിരിക്കും ഈ ഒരു ബാറ്റർ ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പാല് വേണം. അത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് ഈ ഒരു ബാറ്റർ റെഡിയാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കൊരു കേക്കിൻ്റെ ബാറ്റർ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് ഞാൻ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് നമുക്ക് ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കേക്ക് നമുക്കൊരു 10 അല്ലെങ്കിൽ ഒരു മാക്സിമം 15 മിനിറ്റോടെ തന്നെ ബേക്കായി കിട്ടും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എഗ്ഗ്ലെസ് കേക്കാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലാതെ എഗ്ഗ് യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ബേസിക് സ്പോഞ്ച് കേക്ക് വേണമെങ്കിലും ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ ഇനി അടുത്ത ഈ കേക്കിൻ്റെ മെയിൻ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മിൽക്ക് സോസാണ്. ഈ മിൽക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാഫ്രോൺ വേണം. ഞാനിവിടെ ഒരു 8 സ്ട്രാൻഡ് സാഫ്രോൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കുറച്ച് വൈഡായിട്ടുള്ളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫുൾ ക്രീം പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതാകുമ്പോൾ നമുക്ക് ഈ ഒരു മിൽക്ക് സോസ് ഉണ്ടാക്കുമ്പം കുറച്ച് നല്ല തിക്കായിട്ടും കുറച്ച് ക്രീമി ആയിട്ടും കിട്ടും. അപ്പോൾ ഈ പാല് നമ്മൾ കുറച്ച് സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പാണ് ഞാനിതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്കും ഇതിലേക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പാണ് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് സാഫ്രോൺ കൊതുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിൽക്ക് സോസ് ഉണ്ടാക്കുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൽ ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്തിട്ടാണ്. അത് കുറച്ച് വറ്റിയാവുമ്പം കുറച്ച് നമുക്ക് നല്ല കട്ടിയിട്ട് ഒരു ക്രീമി ആയിട്ടുള്ളൊരു സോസ് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ആ സോസ് ഒന്ന് റെഡി ആയിട്ട് നമുക്കൊന്ന് ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്കിൽ ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സോസ് ഇതിലേക്ക് ഒഴിക്കുമ്പം അത് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങാനും അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് ഈ ഒരു മിൽക്ക് സോസ് ഈ ഒരു കേക്കിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നട്ട്സും ബദാമും പിസ്താഷ്യൂസും അത്രയും നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ. സെർവ് ചെയ്യുമ്പം ഈ ഒരു സ്ലൈസിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്ക് സോസ് ഒഴിച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. എഗ്ലെസ്സും ആണ് ഈ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു കേക്ക് ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അത്രയും സോഫ്റ്റാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക്സ് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.